ഈ പുരുഷൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ത്രീകൾ, അതായത് ഒന്നെങ്കിൽ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്നതോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു നിൽക്കുന്നതോ, അല്ലെങ്കിൽ പരസ്പരം സ്നേഹത്തോടല്ലാതെ രണ്ട് രീതിയിൽ കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്തരം സ്ത്രീകളെ എങ്ങനെ വലയിലാക്കാം എന്ന് കരുതി ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ്, അങ്ങനെ സ്വഭാവമുള്ള ഒരു കൂട്ടം ആണുങ്ങളുണ്ട്. അപ്പോൾ വിവാഹബന്ധം വേർപെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനകത്തോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീയെ രണ്ടാം വിവാഹം കഴിക്കുന്നതിനെ പറ്റിയല്ല എനിക്ക് പറയുന്നത്. ആ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീകളെ എങ്ങനെ സോപ്പിട്ട് ഇവരുടെ കാര്യസാധ്യത നടത്താം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ കാര്യം കഴിയുമ്പോൾ അവർ കൈമലത്തി പോവും. അത്ര ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഈ കഥയിലെ ഞാൻ പറയാൻ പോകുന്ന സംഭവത്തിനകത്ത് സ്ത്രീ അത്യാവശ്യം നല്ല ജോലിയൊക്കെയുള്ള പഠിത്തമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. ഇവർ വിവാഹം കഴിച്ച് ആ വിവാഹബന്ധം അത്ര സ്മൂത്തായിട്ട് പോയില്ല. അങ്ങനെ ഇവർ വിവാഹം അങ്ങ് വേർപെട്ടു, മക്കളൊന്നുമില്ല. അങ്ങനെ ഇവർ വിവാഹം വേർപെട്ടു. പക്ഷേ ജോലിയൊക്കെ ഉണ്ട്, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ജോലിയുടെ ഭാഗമായി പരിചയപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഏകദേശം വിവാഹമൊക്കെ വേർപെടുത്തി അവർക്ക് അയാൾക്ക് 1-2 മക്കളൊക്കെ ഉണ്ട്. അപ്പം ഇവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവർ ഈ പരിചയപ്പെട്ട സമയത്ത് ഈ സ്ത്രീയും അവളുടെ ഭർത്താവുമായിട്ടുള്ള വിവാഹം ബന്ധം വേർപെട്ടിട്ടില്ല. അപ്പം ഇയാളിങ്ങനെ ഇവരുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവിധമായ കാര്യങ്ങൾക്കും ഇയാൾ ഇങ്ങനെ ഉപദേശിക്കുകയും ഇയാൾ കൂടെ പോവുകയും അവരുമായിട്ട് വളരെ സപ്പോർട്ടീവായിട്ടൊക്കെ ഇങ്ങനെ അയാളെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങ് ഡെവലപ്പായി വളരെയധികം ഇവർ തമ്മിൽ വേർപിരിയാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും അങ്ങ് അടുത്ത്. വിവാഹം ബന്ധം വേർപെട്ടില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിവാഹ ബന്ധം വേർപെട്ട ഉടനെ നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വിവാഹം ബന്ധം വേർപെട്ട് കിട്ടി. കോടതിയിൽ നിന്ന് വിധി വന്നു. അപ്പം തൊട്ട് ഇയാൾ പതുക്കെ പുറകോട്ട് വലിയാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും ഈ സ്ത്രീയുടെ നിന്ന് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ അയാൾ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട്. ഇവർ നല്ല ജോലി നിൽക്കുന്ന സ്ത്രീയാണ്, മറ്റ് ചിലവുകളൊന്നുമില്ല, സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനും പറ്റത്തില്ല. പക്ഷേ ഇവർ ആ ഒരു കാരണത്താൽ ഇയാൾ ഇങ്ങനെ പൈസ ഇഷ്ടംപോലെ മേടിച്ച് ഏകദേശം ഒരു 1.5 വർഷത്തോളം എടുത്തപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നത് ഈ മനുഷ്യൻ ഒരു ആത്മാർത്ഥ സ്നേഹമുള്ള മനുഷ്യനോ ഒന്നുമല്ല. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞേ, നമ്മളെ ശ്രദ്ധിക്കണം, പെൺകുട്ടികളായാലും സ്ത്രീകളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂടെ ഒരു പുരുഷ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ട്, അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് നിൽക്കും. നിങ്ങൾ വിവാഹബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ സ്വീകരിക്കും. പക്ഷേ സാമ്പത്തികമായും ശാരീരികമായുള്ള ലാഭം മാത്രം കണക്കിട്ട് നിൽക്കുന്നവർ അത് മാക്സിമം വിനിയോഗിക്കും. നമ്മളെങ്ങും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.